രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് പാലങ്ങൾ. ചെറുതും വലുതുമായി ഒട്ടനവധി പാലങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. എന്നാൽ ഇന്ന് നാം കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കുറച്ച് പാലങ്ങളാണ്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹുസൈനി ഹാങ്ങിങ് ബ്രിഡ്ജ്. പാകിസ്ഥാനിലുള്ള ഹുസൈനി ഹാങ്ങിങ് ബ്രിഡ്ജ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ പാലമായാണ് കണക്കാക്കപ്പെടുന്നത്. കമ്പിയും മരപ്പലകകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലത്തിലൂടെ നടക്കാൻ നമ്മളൊന്നും മടിക്കും. പാലത്തിന്റെ പലകകൾക്കിടയിലുള്ള വിടവും പാലത്തിന്റെ പല ഭാഗത്തുള്ള ശോഷിച്ച അവസ്ഥയുമാണ് ഇതിനെ അപകടകാരിയാക്കുന്നത്. കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച പാലമായിരുന്നുവെങ്കിലും പലരും ഇവിടെ വരുന്നത് തങ്ങളുടെ ശക്തിയും ധൈര്യവും പരീക്ഷിക്കാനാണ്. അതുകൊണ്ടെല്ലാം തന്നെ ഈ പാലം ഇന്നൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിരിക്കുന്നു. ലോങ്ജിയാൻ സസ്പെൻഷൻ ബ്രിഡ്ജ്. ചൈനയിലുള്ള ലോങ്ജിയാൻ ബ്രിഡ്ജ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജുകളിൽ ഒന്നാണ്. 3924 അടിയാണ് ഇതിന്റെ നീളം. താഴെയുള്ള നദിയിൽ നിന്ന് 920 അടി മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാക്കിയത് 2016 $272 മില്യൺ ചെലവഴിച്ചാണ് ഇവർ ഈ കൂറ്റൻ പാലം നിർമ്മിച്ചത്. ബാവോഷാൻ, ടെങ്ചോങ് എന്നീ നഗരങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ഈ പാലം. ദി കോൺഫെഡറേഷൻ ബ്രിഡ്ജ്. കാനഡയിലെ ഏറ്റവും വലിയ പാലമാണ് ദി കോൺഫെഡറേഷൻ ബ്രിഡ്ജ്. 12.9 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഐസ് മൂടിയ നദിക്ക് മുകളിലൂടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണിത്. ഈ പാലത്തിന്റെ പണി തീർക്കുവാനായി ഏകദേശം 4 വർഷം എടുത്തു. $1.3 ബില്യൺ, അതായത് 7378 കോടി രൂപ ഇതിന്റെ നിർമ്മാണത്തിനായി ചിലവ് വന്നു. ലങ്കാവി സ്കൈ ബ്രിഡ്ജ്. ആകാശത്ത് നിന്ന് തൂക്കിയിട്ട മലേഷ്യയിലെ ഒരു പാലമാണ് ലങ്കാവി സ്കൈ ബ്രിഡ്ജ്. സീ ലെവലിൽ നിന്ന് 2170 അടി ഉയരത്തിലുള്ള ഈ പാലത്തിന്റെ നീളം 410 അടിയാണ്. കേബിൾ കാട്ട് വഴി 2.2 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ പാലത്തിന് മുകളിലേക്ക് എത്താൻ. ഒരൊറ്റ ഗോപുരത്തിൽ 8 കേബിളുകൾ ഉപയോഗിച്ചാണ് ആകാശത്ത് ഇത് തൂക്കി നിർത്തിയിരിക്കുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി തീർന്നത് 2015 എഷിമ ഒഹാഷി ബ്രിഡ്ജ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു റോളർ കോസ്റ്റർ പോലെ തോന്നുമെങ്കിലും സംഭവം ഒരു പാലം തന്നെയാണ്. എഷിമ ഒഹാഷി ബ്രിഡ്ജ് എന്നീ പാലം ജപ്പാനിലാണുള്ളത്. 1.7 കിലോമീറ്റർ നീളവും 144 അടി ഉയരവുമാണ് ഈ പാലത്തിനുള്ളത്. ഇത്രയും ഉയരത്തിൽ ഇത് പണിയാൻ ഒരു കാരണമുണ്ട്. താഴെയുള്ള നദിയിലൂടെ പോകുന്ന ബോട്ടുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഈ പാലം ഇങ്ങനെ നിർമ്മിച്ചത്. കാറിൽ റോളർ കോസ്റ്റർ പോലെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് പാലമാണ് കൂടുതൽ പേടി തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.